ദൈവസാന്നിധ്യം ഒട്ടും കുറയാത്ത ഒരു ദിവസം കൂടെ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും നൽകി തന്നിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, സാന്നിധ്യത്തിലേക്ക്, ശക്തിയിലേക്ക്, ജീവനിലേക്ക് ഒരിക്കൽ കൂടെ നമുക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും നമുക്ക് പ്രവേശിക്കാൻ കർത്താവ് നൽകിയ ഈ നല്ല ദിവസം, അവസരം, സമയം, സൗഭാഗ്യം ഇവയോർത്ത് ഞാൻ നിറഞ്ഞ മനസ്സോടെ, നന്ദിയോടെ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പതിവിലും അധികമായ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും ഇന്നും ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്തിരിക്കുന്നത് ആ പ്രസൻസിനുള്ളിലേക്കാണ്. നിങ്ങളൊരു ലിങ്ക് കിട്ടിയായിരിക്കാം, ഒരു സജഷൻ കിട്ടിയായിരിക്കാം നിങ്ങൾ ഇതിനകത്തേക്ക് പ്രവേശിച്ചത്. പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രസൻസിലേക്കാണ്. പ്രസൻസ് നിന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോകും. പ്രസൻസ് ഒരിടത്തുള്ളത് നിന്നിലേക്ക് കൊണ്ടും വരും. പ്രസൻസ് നിന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോകും. പ്രസൻസ് നിന്നെ ഒരിടത്തുള്ളത് നിന്നിലേക്ക് കൊണ്ടും വരും. അതാണ് സാന്നിധ്യം. ഫിലിപ്പോസിനെ പ്രസൻസ് മിനിസ്ട്രി ചെയ്യേണ്ടടുത്തേക്ക് കൊണ്ടുപോയി. പ്രസൻസ് ഫിലിപ്പോസിനടുത്തേക്ക് എത്തേണ്ടവനെ കൊണ്ടും വന്നു. കമാൺ, യേശുവിൻ്റെ നാമത്തിൽ ഒരാമേൻ പറയാൻ പറ്റുന്നുണ്ടോ? പ്രസൻസ്, നിയോഗമുള്ള, കൃപയുള്ള, വിളിയുള്ള, അഭിഷേകമുള്ള ഫിലിപ്പോസിനെ ഒരിടത്തേക്ക് കൊണ്ടുപോയി. ആത്മാവ് എടുത്തോണ്ട് പോകുന്നതായിരുന്നു ഫിലിപ്പോസിൻ്റെ മിനിസ്ട്രി സ്റ്റൈൽ. നിനക്ക് അങ്ങനെ ഒരു മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നെ പരിശുദ്ധാത്മാവ് പ്രസൻസിൽ എടുത്തോണ്ട് പോകും. കമോൺ, ഒരുപക്ഷെ നിങ്ങളുടെ ശബ്ദമായിരിക്കാം ആ പ്രസൻസ് ക്യാരി ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു വീഡിയോ കോൾ ആയിരിക്കാം ആ പ്രസൻസ് ക്യാരി ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു വാക്കായിരിക്കാം ആ പ്രസൻസ് ക്യാരി ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ബോഡി ആയിരിക്കാം ആ പ്രസൻസ് ക്യാരി ചെയ്യുന്നത്. പ്രസൻസോടുകൂടെ ഒരു വ്യക്തി ഒരിടത്തേക്ക് ചെന്നാൽ അവിടെ ആ പ്രസൻസിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പറയുന്ന വാക്ക് ചിലരുടെ തലയിൽ എഴുതി വെക്കയാ കർത്താവ്. മിനിസ്ട്രിക്ക് വേണ്ടി വിളിക്കപ്പെട്ട നിന്റെ മേലായിരിക്കാം പരിശുദ്ധാത്മാവ് ഈ വാക്ക് എഴുതി വെച്ചേക്കുന്നത്. നീ സാധാരണ മിനിസ്ട്രി ചെയ്യാനായിരിക്കത്തില്ല, അസാധാരണമായിട്ടുള്ള ക്യാരി ചെയ്യുന്ന ദൈവത്തിന്റെ പ്രസൻസ് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടെയ്നറായി മാറാനായിരിക്കാം സ്വർഗം നിന്നെ വിളിച്ചിരിക്കുന്നത്. ആമേൻ പറയുന്നവന്റെ മേൽ ഇത് സംഭവിക്കും. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ട് പോയി. അത് പ്രസൻസിലാ പോയ. ആ പ്രസൻസിനകത്ത് കയറിയുള്ള ഗുണം എന്നാണെന്നറിയാമോ? മടുപ്പുണ്ടാകത്തില്ല. എത്ര കാലം എടുത്താലും, എടുത്ത സമയം മുതൽ കൊണ്ടിറക്കുന്ന സമയം എത്ര കാലം എടുത്താലും, പ്രസൻസ് എൻ്റെ മേൽ വന്നപ്പോൾ നാളെ മിനിസ്ട്രി ചെയ്യിക്കുമെന്ന് വിചാരിച്ചു, നാളെ എന്നെ കൊണ്ട് അത്ഭുതം ചെയ്യിക്കുമെന്ന് വിചാരിച്ചു, നാളെ ഞാൻ അസാധാരണമായി ഉപയോഗിക്കപ്പെടുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് മടുപ്പ് തോന്നത്തില്ല. എത്ര പ്രസൻസ് ഒരുവനെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ അതിനകത്ത് തന്നെ തുടരാൻ ആഗ്രഹിക്കും. മനസ്സിലായോ? പ്രസൻസ് ആണ് നിങ്ങളെ ക്യാരി ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ പ്രസൻസ് ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളെ കൊണ്ട് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മടുപ്പിന് സാധ്യതയില്ല. നിങ്ങൾ ഈ ക്രിസ്തീയ ജീവിതം മടുക്കാൻ സാധ്യതയില്ല. ഈ പ്രസൻസിനകത്തിരുന്നുകൊണ്ട് എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര കാലമായി ഞാൻ നെടുവീർപ്പിടുന്നു, എത്ര കാലമായി ഞാൻ കരയുന്നു, എന്തുകൊണ്ട് ഇതുവരെ എൻ്റെ ലൈഫിൽ ഒരു ആൻസർ വന്ന് കിട്ടാത്ത എന്ന് ചോദിക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞ പ്രസൻസിൻ്റെ പ്രത്യേകത അതാണ്. പത്രോസ് അത് തിരിച്ചറിഞ്ഞു. പത്രോസ് പറഞ്ഞു, ഇത്ര നേരമായി ഇങ്ങോട്ട് കയറി വന്നിട്ട് നമുക്ക് താഴോട്ട് പോകണ്ടേ, വിശക്കുന്നു പറഞ്ഞതാട്ടോ. ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ. ഇത്ര സമയമായി കർത്താവേ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്കാണെങ്കിൽ വയറ് വിളി തുടങ്ങി, വയർ കത്തി തുടങ്ങി, താഴേക്ക് പോണ്ടേ ചോദിച്ചുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ പ്രസൻസിനെ കുറിച്ച് പത്രോസിന് ബോധ്യം വരുത്തി അടുത്ത സെക്കൻഡിൽ പറഞ്ഞു, ഞാൻ 3 കുടിലുണ്ടാക്കാൻ തയ്യാറാ, 3 കുടില് ഞാൻ ഈ സെക്കൻഡിൽ ഉണ്ടാക്കാൻ തയ്യാറാ. എന്നാലും ഇവിടെ ഇരിക്കുന്നത് നന്നായി എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ട് താഴേക്ക് പോകണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നു. സഹോദര, സഹോദരി, മാതാപിതാക്കളെ,
ആത്മീയ ജീവിതത്തിൽ മടുപ്പ് തട്ടിത്തുടങ്ങിയെങ്കിൽ, മടുപ്പിന്റെ ഓളങ്ങൾ തട്ടിത്തുടങ്ങിയെങ്കിൽ, പ്രാർത്ഥന കുറവുകൾ ജീവിതത്തിൽ പ്രാരംഭമായി വെളിപ്പെട്ടു തുടങ്ങിയെങ്കിൽ, കൂട്ടായ്മകൾ അലക്ഷ്യമായി കാണുന്ന ഒരനുഭവം ഇപ്പോൾ മുതൽ പ്രാരംഭത്തിൽ തുടങ്ങിയെങ്കിൽ, നിങ്ങൾ സൂക്ഷിക്കുക, നിന്നെ താഴേക്ക് തട്ടിയിടാൻ വേണ്ടി ശത്രു പോരാടുന്നു. ഇന്ന് ഈ മെസ്സേജിന്റെ മുമ്പിലല്ല, ഈ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിന്നെ സമർപ്പിക്കുക. ഈ മെസ്സേജ് നിന്റെ ബുദ്ധിയിലേക്ക് കൊടുക്കുക. എന്നിട്ട് ദൈവസന്നിധിയിൽ നീ മടങ്ങി വരാൻ, ഈ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ചിലരോട് ആഹ്വാനം ചെയ്യുന്നു. മടങ്ങി വരിക. തിരിച്ചറിഞ്ഞ പത്രോസ് പറഞ്ഞു, താഴേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല, താഴേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് സഹോദര. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് നല്ലത്, സാന്നിധ്യത്തിനകത്ത് തുടരുന്നത് നല്ലത്. ആ സാന്നിധ്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് താങ്കളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. അത് ഒരത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ഒരടയാളത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ഒരു വീര്യ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം, ഒരു മടങ്ങി വരവിന് വേണ്ടിയിട്ടായിരിക്കാം, പുതിയ നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ദൈവം നിന്നെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ സഹോദര, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതിന് എൻ്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. എന്താണ് മടങ്ങി വരവിന് വേണ്ടി ഒരു വ്യക്തി ചെയ്യേണ്ടത്? മടങ്ങി വരവിനായി ആദ്യം ഒരു വ്യക്തിക്ക് ദൈവം, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ, നിങ്ങളിലേക്ക് വരും, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയും, നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾക്കുള്ളതാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ദൈവശബ്ദം കേട്ടതുമാകുന്ന എന്തെങ്കിലും ഒന്നിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ, അതെന്തുകൊണ്ട് ഇതുവരെ എന്നിലേക്ക് എത്തിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അതെന്തുകൊണ്ട് ഇതുവരെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അതെന്തുകൊണ്ട് എന്നിലേക്കെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എൻ്റെ അടുത്ത് വന്നെത്തിയില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവിന് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ വാക്കിതാണ്, കാത്തിരിക്കണം. എത്ര കാലമായി കാത്തിരിക്കുന്നു പാസ്റ്റർ എന്ന് നിങ്ങൾ നിശ്ചയമായിട്ടും പറയും. എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് പറയും. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ബൈബിൾ ഒരു ദൈവപ്രവൃത്തിക്കായിട്ടും ഒരു ദൈവ ശബ്ദത്തിനായിട്ടും ഒരു ദൈവിക എൻകൗണ്ടറിനായിട്ടും ഇടപെടലിനായിട്ടും ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്നത് കാത്തിരിക്കുക എന്നുള്ളതാണ്. ദൈവം ഇറങ്ങി വന്ന് ചെയ്യേണ്ട ഒരു കാര്യം, അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ദൈവം ഇറങ്ങി വന്ന് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്തൊന്ന് നടക്കണമെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ നടക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾക്കും പരാജയങ്ങൾക്കും നിങ്ങൾ സാക്ഷികളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനിടയിൽ ഒരു സാത്താനിയ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരണമെങ്കിലും, നിങ്ങളിലേക്ക് എത്താനുള്ളത് എത്തിച്ചേരണമെങ്കിലും, നിങ്ങളെയും കൊണ്ട് ദൈവത്തിന് ചെയ്യാനുള്ളത് ചെയ്യിച്ചെടുക്കണമെങ്കിലും, നിങ്ങളെ എന്തെങ്കിലും ഒന്നിന് തുടക്കം കുറിപ്പിക്കണമെങ്കിലും ദൈവം തൻ്റെ വചനത്തിൽ പറയുന്നു കാത്തിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 7, 8, 9 നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൃപാവരങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിലും അവന്റെ ലൈഫിൽ കാത്തിരിക്കലുകളിലൂടെയാണ് പല കാര്യങ്ങളും അവൻ കണ്ടുമുട്ടുന്നത്. ഒത്തിരി പ്രാർത്ഥിക്കുന്നവരെന്നെ കാണുന്നുണ്ട്. ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കൾ, അഭിഷിക്തർ എന്നെ കാണുന്നുണ്ട്.
കൃപാവരങ്ങളുള്ളവന് കാത്തിരിക്കാതെ എന്തും കിട്ടുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. കൃപാവരങ്ങളുള്ളവനും കാത്തിരിക്കാൻ ചില കാരണങ്ങൾ, ആഹ്വാനം പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് ആത്മീയമായി വളരെ തീക്ഷ്ണതയോടെ നിൽക്കുന്ന ചിലരോടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ വാക്ക് നിങ്ങൾ വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും വളരെ ആഴമായി ദൈവത്തിന് വേണ്ടി നിങ്ങൾ തീരുമാനമെടുത്ത് നിൽക്കുകയും ഒത്തിരി ദുർഘടങ്ങൾ നിങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ ഇപ്പോഴും വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് വന്നെത്താൻ, നിങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് എന്ന് നിങ്ങൾ കരുതുന്നതായിട്ടുള്ളത് ഇതുവരെ നിങ്ങളിലേക്ക് വന്നെത്തിയിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, കൃപാവരങ്ങൾ നിങ്ങൾ കുറവില്ലാതെ നിങ്ങൾ കൊണ്ടു നടക്കുന്നവരും ജ്വലിപ്പിക്കുന്നവരും ഉപയോഗിക്കുന്നവരുമാണെങ്കിൽ കാത്തിരിക്കുന്ന നീ നിരാശപ്പെടേണ്ടി വരികയില്ല. കാത്തിരിക്കേണ്ട നിങ്ങൾ നിരാശപ്പെടേണ്ടി വരികയില്ല. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. പൗലോസ് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരം, അതിൽ ഒരു ഇങ്ങനെ ഒരു കൃപാവരം എന്ന് പറയുമ്പോൾ കൃപാവരങ്ങൾക്കകത്ത് ഭൂതങ്ങളെ പുറത്താക്കുന്നതോ, രോഗിയെ സൗഖ്യമാക്കുന്നതോ, കൂനിയെ നിവർത്തുന്നതോ, മത്സ്യത്തിന്റെ വായിൽ നിന്ന് പണം എടുക്കുന്നതോ ആകുന്ന കൃപാവരങ്ങളെക്കുറിച്ച് മാത്രമല്ല തിരുവെഴുത്ത് നമ്മോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിലെ പരിജ്ഞാനത്തിനകത്തും ദൈവശബ്ദത്തിനകത്തും തഴക്കം വന്നതും പരിചയസമ്പന്നനുമാകുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്തൊരു പരിപൂർണതയെ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ എന്നെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ഇടപെടലിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ നിരാശപ്പെടേണ്ടി വരികയില്ല പ്രിയപ്പെട്ട സുഹൃത്തെ. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുകയും ദൈവശബ്ദത്തിനകത്ത് നിങ്ങൾ തഴക്കം വന്ന ഒരു വ്യക്തിയുമായി തീരുമെങ്കിൽ ഓരോ പ്രാവശ്യവും സ്വർഗീയ സ്പന്ദനങ്ങളിലൂടെ ദൈവം തന്നെക്കുറിച്ചും തന്റെ പ്രവൃത്തികളെക്കുറിച്ചും നിങ്ങളോട് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരാമേൻ പറയാൻ കഴിയുമെങ്കിൽ തടസ്സങ്ങൾ നിന്റെ മുമ്പിൽ ഭേദിക്കപ്പെട്ടു തുടങ്ങുക തന്നെ ചെയ്യും. ഒരാമേൻ പറയാൻ കഴിയുമെങ്കിൽ ഈ പരിജ്ഞാനം നിന്നിലേക്ക് വന്നെത്താൻ തടസ്സമായി നിൽക്കുന്നത് ഈ സമയം പൊട്ടിമാറാനായിട്ട് തുടങ്ങും. ഒരാമേൻ പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൃപകൾക്കകത്തും വരങ്ങൾക്കകത്തും നിന്ന് അഭിഷിക്ത ഗണം നിന്നോടും നിന്റെ മക്കളോടുമൊക്കെ അറിയിച്ചതാകുന്ന ദൈവശബ്ദങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്താതെ നിൽക്കുന്ന അവസ്ഥകളെ ദൈവം തകർത്തു മാറ്റുക തന്നെ ചെയ്യും. ഒരാമേൻ പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൃപയ്ക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച ദൈവം നിങ്ങളോട് അറിയിച്ചതാകുന്ന ചില ദൈവശബ്ദങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്താൻ തടസ്സമായി നിൽക്കുന്നതിനെ ദൈവം തകർത്തു മാറ്റുക തന്നെ ചെയ്യും. എത്ര ശക്തമായി പരിശുദ്ധാത്മാവ് വാക്ക് പറയുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരങ്ങൾക്കകത്തും, എന്താണത്? 6-ാമത്തെ വാക്യം വായിച്ച കുറച്ചുകൂടെ മനസ്സിലാകും. അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ദൈവത്തിന്റെ വചനത്തെ ഒരു സമ്പന്നതയോടുകൂടെ പൗലോസ്ലീഹ എടുത്തു കാണിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തെ ഒരു സമൃദ്ധിയോളം പൗലോസ്ലീഹ ഉയർത്തി കാണിക്കുകയാണ്. താൻ ജനിപ്പിച്ച സഭ, താൻ ജനിപ്പിച്ച ശിഷ്യന്മാർ, താൻ വാർത്തെടുത്ത അഭിഷിക്ത കൂട്ടങ്ങൾ, അവരാരും തന്നെ ഭൗതികമായി സമ്പന്നനാകുന്നതിനെ കുറിച്ച് പൗലോസ്ലീഹ എവിടെയും പഠിപ്പിക്കുന്നില്ല, പറയുന്നില്ല. അതേസമയം താൻ ആത്മീയമായി സമ്പന്നരാകണമെന്ന് താൻ 2-ലധികം ലേഖനങ്ങൾക്കകത്ത് താൻ സഭയെയും ജനത്തെയും പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, എന്തുകൊണ്ടാണ്
എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ചോരയും നീരും മാംസവും പുഷ്ടിയുമുള്ള പൗലോസ്ലീഹ ഒരു കപ്പ് ചായ വാങ്ങി കുടിക്കണമെങ്കിലും തൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്താൽ മാത്രം ലഭിക്കുന്ന കാലഘട്ടത്തിലും സമ്പത്തിന് മുൻതൂക്കം കൊടുക്കാതെ തനിക്കുള്ളതും കൂടെ ഒഴിവാക്കി ചപ്പന്നും ചവറന്നും എണ്ണി സുവിശേഷത്തിനു വേണ്ടി താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പല സമയങ്ങളിലും ദാരിദ്ര്യവും കഷ്ടപ്പാടും പട്ടിണിയും ഉറക്കിളപ്പും നഗ്നതയും എല്ലാം, ആപത്തും വാളും ശീതവും എല്ലാം താൻ കഠിനമായി അനുഭവിച്ചിട്ടും വരും തലമുറയോട് നിങ്ങളെങ്കിലും എന്നെപ്പോലെ ആകരുത്, നിങ്ങളെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്പാദിക്കാനും കൂട്ടിവെക്കാനും ശ്രമിച്ചിട്ട് വേണം കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ എന്ന് പഠിപ്പിക്കാതെ, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ തന്നെ കൂടുതലും നിങ്ങൾ ഭൗതിക കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണമെന്ന് താൻ ഊന്നിപ്പറയാതെ ഈ ആത്മീയ സമ്പന്നതയെ തന്നെ താൻ ഉയർത്തി കാണിക്കുകയും, തീർന്നില്ല, നിങ്ങളിലെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണമെന്ന് ആവർത്തിച്ച് തൻ്റെ നിജപുത്രനാകുന്ന തിമോത്തിയോസിനോട് വരെ പറഞ്ഞു വെക്കാനുള്ളതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ബാക്കിയെല്ലാം തനിക്ക് ഇവിടെ ഒഴിവാക്കി പോകേണ്ടി വരും. എന്തെങ്കിലും ഒന്ന് ആത്മാവിൽ പ്രാപിക്കുന്നത് മാത്രമേ നിത്യതയോളം കൊണ്ടുപോകാനായി കഴിയുകയുള്ളൂ. ഒന്നും കൂടെ ക്രോഡീകരിച്ചു പറഞ്ഞാൽ, നീ ആത്മാവിൽ സമ്പാദിക്കുന്നത് മാത്രമാണ് നിത്യത വരെ നിനക്ക് ചിലവഴിപ്പാൻ നിനക്ക് ഉതകത്തുള്ളൂ. ബാക്കിയെല്ലാം പുഴുവും തുരുമ്പും കെടുത്തുപോകുന്ന ഈ ദേശത്തേക്ക് നമ്മൾ മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉപേക്ഷിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് പൗലോസ് സഭയോട് പറയുന്നു, ജനത്തോട് പറയുന്നു, യഹൂദരോട് പറയുന്നു, ജാതികളിലേക്ക് തിരിയുന്നു, എല്ലായിടത്തേക്കും താൻ നോക്കി, 4 ദിക്കിലേക്കും നോക്കി താൻ സഭയോടും ജനത്തോടും വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ദൈവത്തിന്റെ വചന സംബന്ധമായും ദൈവത്തിന്റെ പരിജ്ഞാന സംബന്ധമായും നിങ്ങൾ സമ്പന്നരായി തീരുവിൻ. പ്രിയപ്പെട്ട സുഹൃത്തേ, ഈ ലോകത്തിൽ നിനക്ക് എത്ര രൂപയുണ്ടെങ്കിലും നിനക്ക് വിശ്വാസം വിലയ്ക്ക് മേടിച്ചു തരാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ എത്ര രൂപയുണ്ടെങ്കിലും സൗഖ്യം വിലയ്ക്ക് മേടിച്ചു തരാൻ, ശാശ്വതമായ സൗഖ്യം വിലയ്ക്ക് മേടിച്ചു തരാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ എത്ര രൂപ സമ്പാദ്യമുണ്ടെങ്കിലും മനസ്സമാധാനം വിലയ്ക്ക് മേടിച്ചു തരാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ എത്ര സമ്പത്ത് നമ്മുടെ പേരിൽ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും മനസ്സമാധാനമുള്ള ഒരു കുടുംബജീവിതം വിലയ്ക്ക് മേടിച്ചു തരാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ വിലയ്ക്ക് മേടിച്ചു തരാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ വിലയ്ക്ക് വാങ്ങിത്തരാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുവെഴുത്തിനകത്ത് പറയുന്നു, ആത്മാവുമായിട്ടുള്ള ഐക്യതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ പറയുന്നതൊക്കെയും തന്നെ അവൻ പ്രാപിച്ച ദൈവശക്തിയാൽ സ്വർഗം അവന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുമെന്ന് പറയുന്നതിനകത്ത് ഒരു ഭക്തന്റെ കുടുംബമുണ്ട്, അവന്റെ ഭാര്യയുണ്ട്, അവന്റെ മക്കളുണ്ട്, അവന്റെ ഉപജീവനമുണ്ട്, അവന്റെ വസ്തുവുണ്ട്, അവന്റെ വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ കൂടെ ചേർന്ന് രാമൻ പറയാൻ കഴിയുന്നവന്റെ ജീവിതത്തിൽ നന്മയ്ക്കും കരുണയ്ക്കും വിഘ്നമായി നിൽക്കുന്നത് എന്താണോ അതിപ്പോൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറി നിങ്ങൾ ആത്മീയ സമ്പന്നതയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. കാത്തിരിക്കണം. എന്താണത്? ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൃപാവരം കർത്താവിന്റെ വരവിനെ അധികം വിശ്വസിക്കാൻ ഉപയോഗിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന നിലയിൽ ഉപയോഗിക്കാനും കൂടെ ഉള്ളതാണ്. കൃപാവരങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ ഞാൻ മേൽ പറഞ്ഞതായിരിക്കാം നമ്മുടെ എല്ലാവരുടെയും ചിന്തയ്ക്കകത്ത് പോകുക. ഒരു പ്രവചനം കേൾക്കാൻ, ഒരു ദൂത് കേൾക്കാൻ, ഒരു ദൈവശബ്ദം കേൾക്കാൻ. പക്ഷേ പ്രത്യക്ഷതയിലേക്ക്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലേക്ക് ഒരുവനെ ലീഡ് ചെയ്യുന്നതും കൂടെയാണ് കൃപാവരങ്ങൾ.
മോനെ, അതുകൊണ്ട് പ്രവചിക്കേണ്ടെന്നല്ല, സൗഖ്യാക്കല്ലെന്നല്ല, അതിലൂടെ ഒരു വ്യക്തി യേശുവിനെ വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രി സക്സസ് ആണ്. ഈ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷകളെ സംബന്ധിച്ചും ഞാൻ ഏറ്റവും കൂടുതൽ ജനത്തെ അനുഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ദർശനമല്ല കർത്താവ് എനിക്ക് തന്നേക്കുന്നത്. അവരെ ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ളൊരു ദർശനം കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ നിശ്ചയമായിട്ട് അവർ അനുഗ്രഹിക്കപ്പെടും. ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ശാപത്തിനകത്തുനിന്ന് പുറത്തും വന്നിട്ടുണ്ടായില്ല. എന്നാൽ ഞാൻ റിയലായിട്ട് ക്രൈസ്റ്റിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. യേശുവിലാണ് നിങ്ങളുടെ സർവ സമ്പത്തും നിങ്ങളുടെ സർവ സൗഖ്യവും നിങ്ങളുടെ സർവ സമാധാനവും ആക്കി വെച്ചിരിക്കുന്നത്. ആ യേശുവിനെ നിങ്ങളിലേക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്കുണ്ട് സഹോദര സഹോദരി. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷകൾ, എൻ്റെ പ്രസംഗം, എൻ്റെ പഠിപ്പിക്കലുകൾ എല്ലാം തന്നെ കർത്താവിൻ്റെ നിത്യരാജ്യത്തിലേക്കായിരിക്കും പോയി നിൽക്കുക. കർത്താവിൻ്റെ രാജ്യത്തിലേക്കായിരിക്കും പോയി നിൽക്കുക. കാരണം എത്രയൊക്കെ ഞാൻ ആ ഭാഗം എഡിറ്റ് ചെയ്താലും അതും കൂടെ പറയുമ്പോൾ മാത്രമാണ് എനിക്ക് ദൈവം തന്ന കൃപാവരങ്ങൾ പ്രയോജനപ്പെടുന്നുള്ളൂ. അല്ലാതെ ഒരു പ്രവചനം പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും കൃപാവരങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അവന്റെ കൃപാവരങ്ങൾ ഒരു വ്യക്തിയെ, ഒരു ജാതീയനെ, ഒരു വിജാതീയനെ, ഒരു വിശ്വാസിയെ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ, യേശു പഠിപ്പിച്ച രാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുവെങ്കിൽ, താൻ പോയ രാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ, അവന്റെ പ്രവചനങ്ങൾ, അവന്റെ ശുശ്രൂഷകൾ, അവന്റെ സ്നേഹം, അവന്റെ വചന ശുശ്രൂഷ എല്ലാം അവനെ ആ രാജ്യത്തിലേക്ക് ഫോക്കസ്ഡ് ആക്കുന്നുവെങ്കിൽ അവന്റെ മിനിസ്ട്രി സക്സസ്ഫുൾ ആയിരിക്കും. അങ്ങനെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുകയും അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും നശിച്ചു പോകുകയില്ല. നിങ്ങൾ ശരിയായ ദർശനത്തോടെയാണ് പോകുന്നത്. മറ്റേതാണേലോ നിങ്ങൾ വഴിയിൽ വെച്ച് തന്നെ തെറ്റിപ്പോയി എന്ന് സാത്താൻ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വരുവാനുള്ള രാജ്യത്തെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും വരുവാനുള്ള കർത്താവിനെക്കുറിച്ചും നിങ്ങൾക്ക് യാതൊരു ബോധവുമില്ല എന്ന് പിശാച് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, സഹോദര സഹോദരി, നിന്നെ ഈ വഴിയിൽ വെച്ച് അവൻ നശിപ്പിച്ചു കളവാൻ ശത്രു തയ്യാറെടുക്കും. യേശുവിന്റെ നാമത്തിൽ ഇവിടെ തിരുവെഴുത്ത് പറയുകയാണ്, കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. പ്രിയപ്പെട്ട സുഹൃത്തെ, മടങ്ങി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ളതിന് വേണ്ടി മാത്രം ആഗ്രഹിക്കരുത്. നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ളത് മാത്രം ആഗ്രഹിക്കരുത്. നിങ്ങളിലേക്കും എന്നിലേക്കും ഒക്കെ മടങ്ങി വരാനുള്ളതിലേക്ക് മാത്രം ആഗ്രഹിക്കരുത്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിന്ന്, എൻ്റെ കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ന സബ്ജക്റ്റിൽ നിന്ന്, എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവ് എന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, കർത്താവിൻ്റെ വരവ് എന്ന ബോധ്യത്തിൽ നിന്ന് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചിതറിപ്പോയി എങ്കിൽ എനിക്ക് ഈ പ്രാരംഭ സമയം ക്രിസ്തുവിന്റെ മുൻപിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സമയം പരിശുദ്ധാത്മാവ് അനുവദിക്കുകയാണ്. അതല്ലേ സഹോദര ശരിയായ ക്രിസ്തീയ ജീവിതം? എന്റെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിയിട്ട് മറ്റൊരു വ്യക്തിയെ പ്രബോധിപ്പിക്കുന്നതല്ലേ വേദപുസ്തകത്തിന്റെ മാതൃക? നമുക്ക് ഓരോരുത്തർക്കും ഈ സമയം, ഈ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നീ എവിടെയെങ്കിലും മടങ്ങി വരാനുണ്ടോ? നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നിന്റെ വിശുദ്ധ ജീവിതത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ചാർച്ചക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കുത്തഴിഞ്ഞു പോയ നിലയിലാണ് കാര്യങ്ങളെങ്കിൽ ഈ സമയം ഈ വചനത്തിന്റെ മുൻപിൽ എത്ര കൃപകളുള്ളവനും പൂർണ്ണനല്ല എന്നും എത്ര വരങ്ങളുള്ളവനും പൂർണ്ണനല്ല എന്നും കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വരെ കാത്തിരിക്കാൻ തക്കവണ്ണം കാത്തുസൂക്ഷിക്കുന്നവനാണ്
പൂർണ്ണനെന്നും, ദൈവം നൽകിയ കൃപകളാകട്ടെ വരങ്ങളാകട്ടെ കാത്തു സൂക്ഷിക്കുന്നവനാണ് പൂർണ്ണനെന്നും വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ എന്നെ ദൈവം പൂർണ്ണനായി കാണുന്നത് അപ്രത്യക്ഷതയ്ക്ക് വേണ്ടിയും കൂടെ കാത്തിരിക്കുമ്പോഴാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നോക്കിപ്പാർക്കണം. തീത്തോസ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. നോക്കിപ്പാർക്കണം. എന്താണ് ചെയ്യേണ്ടത്? തീത്തോസ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഭക്തികേടും 2:12 മുതൽ നമുക്ക് വായിക്കാം. നാം ഭാഗ്യകരമായ പ്രത്യാശ 11 മുതൽ വായിക്കാം. 11 മുതൽ നമുക്ക് 13 വരെ വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സന്തോഷമുണ്ടോ ആ വാക്ക് കേട്ടപ്പോ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എത്ര പേർ അറിയുന്നു ഈ സത്യം? എത്ര പേര് ഈ സത്യം അറിയുന്നു? നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ള ഒരു രക്ഷാകരമാകുന്ന ദൈവ പദ്ധതിയാണ് യേശു ക്രിസ്തു എന്നുള്ളത്. ആ സത്യം അറിയുന്നവൻ എങ്ങനെയായിരിക്കും? ആ സത്യം അറിയുന്നവനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ആ ദൈവകൃപയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. കണ്ടോ, അവിടെയും ഒരു കാത്തിരിപ്പുണ്ട്. സഹോദര, ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഞാൻ നിത്യതയെക്കുറിച്ച് മാത്രം അല്ല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉദിച്ചു, എൻ്റെ രക്ഷയ്ക്കായി ഉദിച്ചു, എൻ്റെ നന്മയ്ക്കായി ഉദിച്ചു, എൻ്റെ വിടുതലിനായി ഉദിച്ചു, എൻ്റെ ഈ വീണ്ടെടുപ്പിനായി ഉദിച്ചു, എൻ്റെ സ്വസ്ഥതയ്ക്കായി ഉദിച്ചു എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശക്തിയുടെ പ്രദർശനം എൻ്റെ ജീവിതത്തിൽ നാളിന്ന് വരെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് വരെ വിടിവിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഉദിച്ചു എന്ന് പറയുന്നത് ഇനി ഉദിക്കാനുള്ളതിനെ കുറിച്ചല്ല, എനിക്ക് വേണ്ടി ഒരിക്കൽ ഉദിച്ചു എന്നും, എന്നാൽ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു വരവിന് വേണ്ടി കർത്താവ് തയ്യാറെടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് താൻ ഉന്നം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നും, ഉദിച്ച സത്യമറിയുന്നവൻ ആ നിലയിൽ വിടുവിക്കപ്പെടുകയും ഇനി ഉദിക്കുമെന്ന സത്യം അറിയുന്നവൻ ആ നിലയിൽ എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളൊരു മഹാസത്യമാണ് സഭയെ നോക്കി ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നത്. നോക്കുക, രണ്ട് തരത്തിലും ഒരു വ്യക്തിക്ക് വിടുതലാണ്. ഉദിച്ചു എന്ന സത്യം അറിയുന്ന സകല മനുഷ്യർക്കും എക്സ് ഓർ വൈ, എ ഓർ ഇസഡ്, ഏതൊരു മനുഷ്യർക്കും രക്ഷാകരമായ ഒരു ദൈവ പദ്ധതി, ദൈവകൃപ ഉദിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉദിച്ച പ്രകാശം ഇന്നുവരെ വന്നിട്ടില്ലെങ്കിൽ, യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ടും ഉദിച്ച പ്രകാശം ഇന്നുവരെ നിങ്ങളുടെ വീട് തേടി എത്തിയിട്ടില്ലെങ്കിൽ, യേശുവിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടും നിങ്ങൾ സ്നാനമേറ്റിട്ടും നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തിട്ടും നിങ്ങൾ ആ കർത്താവിൻ്റെ പുറകെ അവൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിയിട്ടും ഇന്നുവരെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സമാധാനമാകട്ടെ, സ്വസ്ഥതയാകട്ടെ, വിടുതലാകട്ടെ, സാന്ത്വനമാകട്ടെ, സംരക്ഷണമാകട്ടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, തിരുവെഴുത്ത് പറയുന്ന ഈ ദൈവ ശബ്ദത്തെയും ദൈവശക്തിയെയും മറയ്ക്കുന്ന എന്തോ ഒന്നുണ്ട്. ഉദിച്ചു പക്ഷെ പ്രകാശം കാണുന്നില്ല, വന്നു പക്ഷെ കയ്യിൽ കിട്ടുന്നില്ല, പുറപ്പെട്ടു പക്ഷെ നിന്നിലേക്ക് എത്തിയില്ല, വന്നിട്ടുണ്ട് പക്ഷെ നീ കാണുന്നില്ല. എവിടെയോ ഈ ഉദിച്ച പ്രകാശത്തെ മറയ്ക്കുന്ന, ഉദിച്ച പ്രകാശത്തെ തടയുന്ന, ഉദിച്ച പ്രകാശത്തെ ഒളിപ്പിക്കുന്ന, അത് നിന്നിലേക്ക് എത്തരുതെന്ന് നിർബന്ധം പിടിക്കുന്ന എന്തോ ഒന്ന് ഇതിന്റെ നടുവിലുണ്ട്. എന്നാൽ കാത്തിരിക്കുന്ന ചിലരോട്, വിടുതലിനായി കാത്തിരിക്കുന്ന, ദൈവ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന, ഒരു ദൈവിക എൻകൗണ്ടറിനായി കാത്തിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ഉദിച്ച ദൈവശക്തി തടസ്സത്തെ ഭേദിച്ച് നിന്റെ മേലേക്ക് ഇറങ്ങി വരികയാണ്. നിന്റെ മേലേക്ക് ഇറങ്ങി വരികയാണ്. ഉദിച്ച ദൈവശക്തി നിന്റെ മേലേക്ക് തടസ്സങ്ങളെ ഭേദിച്ച് ഇറങ്ങി വരികയാണ്. ഉദിച്ച ദൈവശക്തി നിന്റെ മേലേക്ക് തടസ്സം ഭേദിച്ച് ഇറങ്ങി വരികയാണ്.
ഇവിടെയും പറയുന്നത് എന്താ? രക്ഷാകരം. അത് ആ ഉദിച്ച ദൈവകൃപ എന്താണ് എന്നാണ് താഴെ പറയുന്നത്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്. ഈ ദൈവകൃപ ഉദിച്ചത് എന്തിനാ? ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ഈ ദൈവകൃപ ഉദിച്ചത് എന്തിനാ? ഞാൻ ഭാഗ്യവാനായി മാറാനാണ്. സഹോദര, നിന്റെ ഭാഗ്യം ആരെങ്കിലും തട്ടിയെടുക്കുന്നുണ്ടോ? നിന്റെ അവകാശങ്ങൾ ആരെങ്കിലും കവർന്നെടുക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വസ്ഥത ആരെങ്കിലും തകർത്തു മാറ്റുന്നുണ്ടോ? അതെല്ലാം നിന്നിലേക്ക് മടങ്ങി വരുന്ന ഒരു സന്ദേശമാണിത്. അതെല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന ഒരു സമയമായിരിക്കും ഇത്. അതാ പറയുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. ഇനി അവൻ എങ്ങനായിരിക്കണം? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തെറ്റിപ്പോകുന്നതെന്നുണ്ടെങ്കിൽ ശിക്ഷയുണ്ട്. ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാണ് തെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ശിക്ഷയുണ്ട്. അതെന്തിനാണെന്നറിയാമോ? നിങ്ങളെ അങ്ങ് മുറിവേൽപ്പിക്കാനും മുടിച്ചു കളയാനും അല്ല, നിങ്ങളെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് ഒരുക്കാനാണ്. ചിലപ്പോഴൊക്കെ പ്രാർത്ഥനാക്കുറവ് ജീവിതത്തിൽ വരുമ്പോൾ പോരാട്ടങ്ങൾ കയറി വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ലതാണ്. കാര്യം എന്താണെന്നറിയാമോ? ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് കാത്തിരിക്കാനും അത് നമ്മെ ശക്തീകരിക്കുകയും പഴയതിനേക്കാൾ അധികം സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്യും. സത്യമല്ലേ? ചിലപ്പോഴൊക്കെ ആത്മീയ ജീവിതം ഉഴപ്പാസ് അടിച്ച് മുമ്പോട്ട് തള്ളിവിടാനൊക്കെ നമ്മൾ ശ്രമിക്കും. അന്നേരം ആയിരിക്കും നമുക്ക് എടുത്താൽ പോകാത്ത വലിയൊരു ഭാരം മനസ്സിലേക്ക് വരുന്നത്. അന്നേരം തന്നെ എന്തോ ചെയ്യും? ഇത് ഞാൻ അങ്ങനെ ചെയ്തോണ്ടാണോ അങ്ങനെ ചെയ്യാത്തോണ്ടാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നേരെ ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീഴുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? കർത്താവ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പണിഷ്മെന്റ് വെച്ചില്ലായിരുന്നെങ്കിൽ, ശിക്ഷിച്ചു വളർത്തിയില്ലായിരുന്നെങ്കിൽ ഇത്രയൊന്നും ആത്മവീര്യമൊന്നും ആർക്കും കാണാൻ പോകുന്നില്ല. നമ്മെ ശിക്ഷിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. എന്നെ ശുദ്ധീകരിക്കാൻ, എന്നെ വീണ്ടെടുക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എൻ്റെ ഉള്ളത്തിൽ വസിക്കാൻ തന്നെ കൊടുത്തു എന്ന് വചനം പറയുമ്പോൾ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്ന കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്നും നിന്നെ അധർമ്മത്തിന്റെ കെട്ടിനകത്തുനിന്ന് പുറത്തു വരാൻ അനുവദിക്കുന്നില്ലേ? ഇന്നും നിന്നെ അഴിമതിയുടെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാൻ അനുവദിക്കുന്നില്ലേ? ഇന്നും നിന്നെ അശുദ്ധിയുടെ കെട്ടുപാടുകൾക്കകത്തുനിന്ന് ആമേൻ നിനക്ക് പുറത്തേക്ക് വരാൻ അനുവദിക്കുന്നില്ലേ? ദൈവത്തിന്റെ ആത്മാവ്, ഉദയ സൂര്യൻ, നിനക്ക് വേണ്ടി ഉദിച്ച ദൈവകൃപ നീ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ഉയർത്തുന്ന ഒരു സമയമാണ്. ജീസസ്. കാത്തിരിക്കുക, 2 നോക്കി പാർക്കുക. 3-ാമത്തെ തിരുവെഴുത്ത് പറയുന്നു, മടങ്ങി വരവിനായി നാം എന്ത് ചെയ്യണം? നാം ഒരുങ്ങിയിരിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 42-ാമത്തെ തിരുവചനം. ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പി. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പോഴും പറയുന്നു, ആത്മീയ ജീവിതത്തിൽ ഉറക്കം പാടില്ല. ആത്മീയ ജീവിതത്തിൽ ഉറങ്ങരുത്, ഉറക്കം നടിക്കരുത്. കൂടുതലും ഉറക്കം നടിക്കുന്നവരാണ് അധികവും, ഉറങ്ങിയവരല്ല. കാരണം കാര്യങ്ങൾ അറിയാമെങ്കിലും അറിയാത്ത പോലെ, കാര്യങ്ങൾ ചെയ്യാമെങ്കിലും അറിയാത്ത പോലെ. പക്ഷേ കർത്താവ് ഏത് നിമിഷം വരും. സഹോദര, ഇന്ന് രാത്രി ഇരുട്ടി വെളുത്തിട്ട് നമ്മൾ കണ്ടു എന്ന് പറയാം. നമുക്ക് ചിലപ്പോഴൊന്നും തെറ്റുകൾ തിരുത്താൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. തെറ്റുകൾ തിരുത്താൻ ദൈവം സമയവും അവസരവും തരുമ്പോൾ ചെയ്യുക. ഒന്ന് നാളത്തേക്ക് മാറ്റിവെക്കല്ല്,
ഒന്നും നാളെ ചെയ്യാന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ല. അവസ്ഥകൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ ചിലപ്പോൾ നമ്മൾ നിർബന്ധിതരായി നാളത്തേക്ക് മാറ്റി വെച്ചേക്കാം. പക്ഷെ കഴിയുമെങ്കിലും നാളെ മിണ്ടാം, നാളെ ക്ഷമ പറയാം, നാളെ കൊടുത്തു വീട്ടാം, നാളെ മേടിച്ചു കൊടുക്കാം, നാളെ ചെയ്യാം. അത് ചെയ്യരുത്. കാരണം നമ്മളൊക്കെ കാത്തിരിക്കുന്നവരും നോക്കിപ്പാർക്കുന്നവരുമാണ്. നാളെ ഒരു സമയം നമുക്ക് ചെയ്യണമെന്നാഗ്രഹിക്കുന്നത് ചെയ്യാൻ അവസരം കിട്ടിക്കൊള്ളണം, അനുവാദം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരുങ്ങിയിരിക്കാൻ കർത്താവ് ചിലരോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒരുക്കക്കുറവുണ്ട് പലർക്കും, ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ കഴിയാത്ത പോലെ ഒരുക്കക്കുറവുണ്ട് പലർക്കും. എന്നാൽ കർത്താവിനെക്കുറിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ ഇഷ്ടമുള്ളവരോട്, യേശുവിനെ വിശ്വസിക്കുന്നവരോട്, യേശുവിനെ അംഗീകരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതാണ്: കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്നറിയായിക കൊണ്ട് ഒരുങ്ങിയും ഉണർന്നും ഇരിപ്പിൻ. ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യാൻ കഴിയുന്നത് ഇന്ന് ചെയ്തേക്കുക. ഇന്ന് നിങ്ങൾക്ക് പിണക്കം തീർക്കാനുള്ളവരോട് ഇന്ന് പിണക്കം തീർത്തേക്കുക. നാളെ ഓഫീസിൽ വന്ന് കണ്ടതിന് ശേഷം നോ, ജസ്റ്റ് ഗീവ് എ കോൾ, ജസ്റ്റ് ഗീവ് എ മെസ്സേജ്. ഒന്ന് സ്നേഹിക്കുക. നാളെ സ്നേഹിക്കാന്നല്ല, ഇന്ന് സ്നേഹിക്കുക. നാളെ മേടിച്ചു കൊടുക്കാന്നല്ല, നീ ഇന്ന് മേടിച്ചു കൊടുക്കുക. നാളെ ചേർത്ത് പിടിക്കാന്നല്ല, നീ ഇന്ന് ചേർത്ത് പിടിക്കുക. നാളെ അറിയിക്കാമെന്നല്ല, നീ ഇന്ന് നിന്റെ ഹൃദയം അറിയിക്കുക. നാളെ ഏറ്റു പറയാമെന്നല്ല, നീ ഇന്ന് ഏറ്റു പറയുക. രാത്രി പ്രാർത്ഥിക്കുമ്പോ കർത്താവിനോട് ഏറ്റു പറയ, നീ ഇപ്പൊ ഏറ്റു പറയുക. രാത്രി എന്നൊന്നും പറയല്ലേ. ആ സമയം വരെ നമ്മൾ എത്തിയെന്ന് പറയാം. അത്ര ക്ഷണികമാണ് മക്കളെ നമ്മുടെ മനുഷ്യ ജീവിതം എന്നൊക്കെ പറഞ്ഞു. ചിലരൊക്കെ ഹെഡ് വെയിറ്റും കൊണ്ട് 4 തല വാടകയ്ക്കും കൂടെ മേടിച്ചു വെച്ച് തലക്കനം കൊണ്ടും അഹങ്കാരം കൊണ്ടൊക്കെ ജീവിക്കുന്ന കാണുമ്പോൾ എനിക്കൊക്കെ ഭയമാണ്. അവരറിയുന്നില്ലല്ലോ, പിന്നെ സഹതാവും, അവരറിയുന്നില്ലല്ലോ മനുഷ്യൻ എന്തുള്ളൂ എന്ന് അവരൊന്നും അറിയുന്നില്ലല്ലോ. സ്തോത്രം. മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. ദൈവം ആക്കാത്ത ഒന്നും മനുഷ്യനില്ല കേട്ടോ. അല്പ തൊലിനിറം ഉണ്ടെന്ന് പറഞ്ഞ് അവനങ്ങ് സ്വർഗത്തോളം ഉയർന്നവനല്ല. അല്പം കറുത്തു പോയി എന്ന് പറഞ്ഞ് അവൻ ഭൂമിയോളം താണവനുമല്ല. മനുഷ്യനിലിരിക്കുന്ന ദൈവത്വം കൊണ്ട് മാത്രമേ മനുഷ്യന് വിലയുള്ളൂ കുഞ്ഞെ. മനുഷ്യനിലുള്ള നന്മയും ദൈവത്വവും കൊണ്ട് മാത്രമേ മനുഷ്യന് വിലയുള്ളൂ. അല്ലാതെ മനുഷ്യനെ കൊണ്ട് മാങ്ങായാണെങ്കിൽ കട്ട് ചെയ്താൽ ഉപ്പിലിട്ട് നമുക്ക് ഉപയോഗിക്കാം. മനുഷ്യനെ അതിനുപോലും കൊള്ളത്തില്ല. മനുഷ്യ, നീ പ്രയോജനപ്പെടുന്നത്, നിന്നെ കൊണ്ട് ഗുണമുണ്ടാകുന്നത് നീ ഒരു വ്യക്തിക്ക് അനുഗ്രഹമായും, നീ ഒരു വ്യക്തിക്ക് താങ്ങായും തണലായും സ്നേഹമായും കരുതലായും ആശ്വാസമായും മാറുമ്പോൾ മാത്രമാണ്. നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ആർക്കും പ്രയോജനമില്ല. നിന്റെ റാങ്ക് കൊണ്ട് ആർക്കും പ്രയോജനമില്ല. ചിലപ്പോൾ നിനക്ക് പോലും പ്രയോജനപ്പെട്ടില്ല എന്ന് വരും. നിങ്ങളുടെ പേരും പ്രശസ്തിയും കൊണ്ട് ആർക്കും പ്രയോജനമില്ല. പക്ഷെ നിങ്ങളുടെ വാക്ക്, ആ വാക്കുള്ളവന് സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല, അവന് റാങ്ക് കിട്ടണമെന്നില്ല. പക്ഷെ നിന്റെ വാക്ക് സർട്ടിഫിക്കറ്റിനേക്കാൾ റാങ്കിനേക്കാൾ ഒരു വ്യക്തിയെ താങ്ങുന്നതും ബലപ്പെടുത്തുന്നതുമാണെങ്കിൽ നിന്നെ വേണം ദൈവത്തിന്. ഹല്ലേലൂയ. അവന് എഡ്യൂക്കേഷൻ ഒത്തിരി വേണമെന്നില്ല, അവന് ദൈവം ഉണ്ടായാൽ മതി. മനുഷ്യ, ദൈവമുണ്ടെങ്കിലുള്ള വിലയേ ഉള്ളൂ മനുഷ്യന്. പ്രൈസ് ടു ജീസസ്. അതുകൊണ്ട് കർത്താവ് ഏത് ദിവസത്തിൽ വരും എന്നറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ഇനിയെങ്കിലും നമ്മുടെ അഹംഭാവവും അഹങ്കാരവും അഹന്തയും എല്ലാം വെടിഞ്ഞ് കർത്താവിന് വേണ്ടി ഒരുങ്ങത്തക്ക നിലയിൽ നമുക്ക് 1000 വിട്ടൊഴിഞ്ഞിട്ട്
നമുക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാം, മടങ്ങി വരാം. അവിടെയാണ് ഒരു മടങ്ങി വരവ് ആവശ്യം. പ്രൈസ് ടു ജീസസ്. ഞാനിപ്പോൾ പറഞ്ഞ എന്താണ്? ഒരുങ്ങിയിരിക്കണം. പ്രത്യക്ഷതയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. 2 തിമോത്തിയോസ് 4:8 തിമോത്തിയോസ് എഴുതിയ, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. രക്തത്താൽ ജയമെടുക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അനീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ. കർത്താവിൻ്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കണം. കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ഓർക്കണം. കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പഠിപ്പിക്കണം. അങ്ങനെയുള്ള വ്യക്തിക്ക് നിശ്ചയമായിട്ടും ദൈവം വെച്ചിരിക്കുന്ന ജീവകിരീടം അവൻ പ്രാപിക്കും. മടങ്ങി വരവിന് ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, പ്രത്യക്ഷതയെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. പ്രത്യക്ഷതയിലേക്ക് നിങ്ങൾ മടങ്ങി വരണം എന്ന് ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു. അവസാനത്തെ വാക്ക്, ഉണർന്ന് പ്രവർത്തിക്കുന്നവരാകുക. സമയം കഴിഞ്ഞുകൊണ്ട് ഞാനങ്ങ് പോവാം. ഉണർന്ന് പ്രവർത്തിക്കുന്നവരാകുക. മടങ്ങി വരവിനായിട്ട് നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉണർന്ന് പ്രവർത്തിക്കുന്നവരാകുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്തു നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. 1-ാമത്തവൻ അടുത്തു വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ ആയതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. 2-ാമത്തവൻ വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്ക എന്ന് അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്നു, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാനത് ഒരു ഉറുമാലിൽ കെട്ടിവച്ചിരുന്നു. നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകുക കൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുന്നു. നമുക്ക് ഒരു പേരിനൊക്കെ പറയാം. എനിക്ക് ദൈവത്തെ ഭയങ്കര ഭയമാണ്. എനിക്ക് ദൈവം എന്ന് വെച്ചാൽ പ്രിയമാണ്. കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെന്തും. പക്ഷെ സഹോദരി, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ്. നമുക്ക് പൊതുജനത്തിന്റെ മുമ്പിൽ വിശ്വാസി ചമയാം, പൊതുജനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനാ വീരനാകാം, പൊതുജനത്തിന്റെ മുമ്പിൽ പ്രസംഗിയാരാകാം. പക്ഷേ പ്രവൃത്തിയെ തൂക്കി നോക്കുന്ന കർത്താവാണ് നമുക്ക് മാർക്കിടുന്നത്. നമുക്ക് ഹയർ സ്റ്റഡീസിലേക്ക് കയറിപ്പോകാൻ നാം എലിജിബിൾ ആണോ എന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. കർത്താവിനെ ഭയപ്പെടുന്നു, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ദൈവമേ ഞാനിതാ വീണ് കിടക്കുന്നു എന്നൊന്നും പറയുന്ന വാക്കുകൊണ്ടോ നാം പ്രകടിപ്പിക്കുന്ന ഭയം കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. പിന്നെയോ ഈ വചനം പറയുന്നു, അത് പ്രവർത്തിക്കുന്നവന്, ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നവന് മാത്രം. കർത്താവ് ഏൽപ്പിച്ച 10 10, 5 5, 2 2, 1 കൂടെ നേടുന്നവന് മാത്രമാണ് ഇത് നേടാൻ കഴിയുക. പ്രൈസ് ടു ജീസസ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നിന്നെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ശുശ്രൂഷ, ഏതെങ്കിലും ഒരു കൃപ,
ഏതെങ്കിലും ഒരു വരം, ഏതെങ്കിലും ഒരു താലന്ത് വിശ്വസ്തയോടെ നിങ്ങളത് വ്യാപാരം ചെയ്തു തുടങ്ങിയോ? നിങ്ങളത് വ്യാപാരം ചെയ്യുന്നുണ്ടോ? വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ അതിന് നിങ്ങൾ കുറവ് വരുത്തിയോ? മടങ്ങി വരിക. ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായിരിക്കുക. നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുമ്പോൾ അധികത്തിൽ സ്വർഗം നിന്നെ കാര്യവിചാരകനാക്കാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. ദ ലാസ്റ്റ് വൺ, ഉണർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ അതിന് വേർഡ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉണർന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഒരു ദിവസം തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതും പ്രാർത്ഥനയോടെ ആയിരിക്കണം. പ്രാർത്ഥനാ ജീവിതത്തിൽ വീണുപോയി, കുറവുകൾ വന്നുപോയി എങ്കിൽ ഈ സമയം ആ മേഖലയിലേക്കും മടങ്ങി വരാനുള്ള സമയമാണ്. ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്കും മടങ്ങി വരാനുള്ള സമയമാണ്. കർത്താവ് പലരോടും അത് ആഹ്വാനം ചെയ്യുകയാണ്. ഈ സമയം മടങ്ങി വരവിന് വേണ്ടി, കർത്താവ് എൻ്റെ നന്മകൾ മടങ്ങി വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, നീ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ മതി. എൻ്റെ തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എവിടെ വീണുപോയി എന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് മടങ്ങി വന്നാൽ മതി. ഓ ഷറബഖഠ, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഈ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് നിങ്ങൾ ട്രാക്കിൽ, പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു എന്ന് പറയുന്ന പോലെ പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഷറബ ഹഠലബ. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കൂ എന്ന് മാത്രമല്ല, ചിലരുടെ വിശ്വാസത്തിൽ ഭയങ്കര വർധനവ് വരാൻ പോവുക. ചിലരുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ദൈവിക എൻകൗണ്ടേഴ്സ് ഉണ്ടാകാൻ പോവുക. ഞാൻ ഈ വേർഡ് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ കർത്താവ് ബോധ്യം തരുന്നു, ഇതുവരെ മാറിയിട്ടില്ലാത്ത രോഗങ്ങൾ പോലും ഈ ശക്തിയാൽ മാറിപ്പോകും. ഈ തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ ഇതുവരെ മാറിയിട്ടില്ലാത്ത രോഗങ്ങൾ, നിങ്ങൾ ദീർഘകാലമായി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് പോലും ഹീലിംഗ് സംഭവിക്കും. പ്രത്യേകാൽ എനിക്ക് ഓരോ ദിവസവും കിട്ടുന്ന ജനത്തിൽ നിന്നുള്ള ഫീഡ്ബാക്കിൽ നിന്നും കൂടെയാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സോടെ, താല്പര്യത്തോടെ, വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുക. കർത്താവ് ഒരു പ്രവൃത്തി ഈ സമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയേറിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷറബഖഠലബോ രാബ്ധോ ഷഠേയ മഹസി റിയാംതലബ ഹോസ്തരഗമഹസ്ത ശിഖൈ മഹദുനാരിഗ ധേരബ റാൽബ്ര ഹഠൈവ ഹർതുന റീമാമ ശിഖൈന രഘധൂബബ ശ്യാംദന. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം വീടുകൾക്കകത്തേക്ക് അലയടിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവശക്തി ശരീരങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഞാൻ അറിയുന്നു. ശബൗദിവ ഹധുനറിഗതല രഗംശതജന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആർ ഈ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവർ ഈ വിശ്വാസത്തിലേക്ക് മടങ്ങി വരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് നഷ്ടമായി പോയത് എന്തൊന്ന് മടങ്ങി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഈ സമയം സംഭവിക്കും. എന്തൊന്ന് നിങ്ങൾക്ക് കൈമോശം വന്നു, അത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമായിരിക്കാം, നിങ്ങളുടെ വിശ്വാസ ജീവിതമായിരിക്കാം, നിങ്ങളുടെ കൂട്ടായ്മയായിരിക്കാം, നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമായിരിക്കാം, കൃപകളായിരിക്കാം, വരങ്ങളായിരിക്കാം. അതെല്ലാം തിരിച്ചു പിടിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ചിലരുടെ ജീവിതത്തിൽ സഹായകരം നീട്ടിക്കൊണ്ടിരിക്കുന്നു. റീമബ ശക്തേരിയാം ധരബ. ഒരു ശക്തിയോടെ ആ കൈയും നിന്റെ കൈയും തമ്മിൽ ചേർന്നൊട്ടുന്നത് എനിക്ക് ആത്മക്കണ്ണിൽ കാണാൻ കഴിയുന്നു. ഞാൻ അങ്ങനെ തന്നെ ഡിക്ലെയർ ചെയ്യുന്നു. ആ ദൈവശക്തി സ്വർഗത്തിന്റെ കൈയും നിന്റെ കൈയും തമ്മിൽ പിടിപ്പിക്കുന്നത്. ചിലരെ കർത്താവ് എക്യുപ്പ് ചെയ്യുന്നു. വീണുപോയ മണ്ഡലത്തിൽ നിന്ന് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുന്നു. വീണുപോയ തലത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുന്നു. പെട്ടുപോയ അവസ്ഥകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് കൃപയും ശക്തിയും തന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുകയാ. ദൈവം എന്നോട് പറയുന്നു, ഭയങ്കര ഹൃദയഭാരത്തോടെ ഇരിക്കുന്ന ചില സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിന്റെ ആശ്വാസം
ഈ സമയം വരികയാണ്. നിന്റെ ഭാരം എടുത്തു മാറ്റാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ എടുത്തു മാറ്റാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ, നിങ്ങൾക്ക് സഹായത്തിന് ആരും ഇല്ലാതിരിക്കുമ്പോൾ, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ സമയം സ്വർഗത്തിന്റെ കരം നിങ്ങളുടെ കല്ലിനെ ഉരുട്ടി മാറ്റും, നിങ്ങളുടെ ഭയത്തെ ഉരുട്ടി മാറ്റും, നിങ്ങളുടെ നിന്ദയെ ഉരുട്ടി മാറ്റും, നിങ്ങളുടെ ആശങ്കയെ ഉരുട്ടി മാറ്റും. ഓ ഷയാംതേ രാബാ ഷാഥാ രേഖാഥാ റോഹോഷിയാഥാ. യെസ്, ദൈവ സാന്നിധ്യം തീ പോലെ ജനത്തിന്റെ മേൽ വ്യാപിക്കുന്നു. ദൈവത്തിന്റെ ശക്തി തീ പോലെ ജനത്തിന്റെ മേൽ വ്യാപിക്കുന്നു. നിന്റെ മക്കളെ നിന്നിലേക്ക് മടക്കി വിടത്തില്ലെന്ന്, നിന്റെ മക്കളെ മടക്കി നിന്നിലേക്ക് വിടത്തില്ലെന്ന്, നിന്റെ തലമുറകളെ നിന്നിലേക്ക് അടുപ്പിക്കത്തില്ലെന്ന്, നന്മ നിന്റെ അരികിലേക്ക് കൊണ്ടുവരത്തില്ലെന്ന് വാത് കെട്ടുന്ന ദുർശക്തികൾ നസറയനാം യേശുവിന്റെ നാമത്തിൽ ഈ സമയം തകരുന്നു. കർത്താവിന്റെ ജീവൻ ഈ ഈ പ്ലാറ്റ്ഫോമിനകത്ത് അലയടിക്കുന്നത് എനിക്ക് ആത്മനിറവിലറിയാൻ കഴിയുന്നല്ലോ, ആത്മനിറവിലറിയാൻ കഴിയുന്നല്ലോ. യെസ് ഗാഡ്. എന്നോട് കർത്താവ് വ്യക്തമായി പറയുന്നു, എല്ലാ ആമേൻ, ഈ നിന്നയും ഈ ലജ്ജ പോലുള്ള കാര്യങ്ങൾ ചിലരുടെ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോകുന്നൊരു സമയം, ഈ ലജ്ജ നിന്ന പോലുള്ള കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നൊരു സമയം. അത്ഭുതകരമായ ചില സൗഖ്യങ്ങൾ, അത്ഭുതകരമായ ദൈവപ്രവൃത്തികളാണ് ഇതിനകത്ത് ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ, അത്ഭുതകരമായ ദൈവപ്രവൃത്തികളാണ് നടക്കുന്നത്, അസാധാരണമായ ദൈവകാര്യങ്ങൾ. യെസ്, നിന്നെ ക്രിസ്തുവിലേക്ക് മടക്കി വരുത്താൻ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയരെ, ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളല്ല. പക്ഷേ എവിടെയാണ് ഞാനും നിങ്ങളും സമയം താമസിച്ചു പോയത്? അല്ലെങ്കിൽ എവിടെയാണ് വീണുപോയത്? എവിടെയാണ് മുടങ്ങിപ്പോയത്? അല്ല, എവിടെയാണ് നമ്മൾ മുടക്കി കളഞ്ഞത്? ആ ഇടത്ത് നിന്ന് ക്രിസ്തുവിലേക്ക്, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വരാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തെ നമുക്ക് ഉപയോഗിക്കാം. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക, യേശുവിൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വരിക, സത്യ സുവിശേഷത്തിലേക്ക് മടങ്ങി വരിക, അവൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യാശയിലേക്ക് മടങ്ങി വരിക. പ്രിയനെ, ഞാൻ ഈ ജനത്തിനായി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. ദൈവസാന്നിധ്യം ഈ കുടുംബത്തെ പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരങ്ങയാൽ സ്പർശിക്കപ്പെട്ടതിനായി സ്തോത്രം പിതാവേ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. അങ്ങ് എല്ലാ നിലകളിലും ഇവരോട് ഇടപെട്ടതിനായും, ഇവരെ സൗഖ്യമാക്കിയതിനായും, ഇവരെ ബലപ്പെടുത്തി ഇവരെ എഴുന്നേൽപ്പിച്ചതിനായും നന്ദി പറയുന്നു. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30-ക്കും വൈകുന്നേരം 6:30-ക്കും നടക്കുന്ന, റെഗുലറായിട്ട് നടക്കുന്ന മീറ്റിംഗ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളെ കാണുന്നു, ഞങ്ങളുടെ ഈ ചാനൽ അറ്റൻഡ് ചെയ്യുന്നു, ഞങ്ങളുടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ, ഈ സമയത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് കൊടുക്കണം, മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളും സഹായിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഈ നമ്പറിൽ നിങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാത്രമല്ല, നിങ്ങൾക്ക് ഈ നമ്പറിൽ അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള കോൾസൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ചെയ്യുകയും ചെയ്യാം എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. സ്വർഗം നിങ്ങളെ ശക്തീകരിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതൻ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെല്ലാവരെയും സൂക്ഷിക്കട്ടെ. I bless you in Jesus' almighty name. Amen.